Welcome to a new online class. We are discussing Plus One Accountancy Chapter 9 Financial Statements First. നമ്മൾ പഠിക്കുന്നത് പ്ലസ് വൺ അക്കൗണ്ടൻസിയിലെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഫസ്റ്റ് എന്ന ചാപ്റ്റർ ആണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നാം പഠിച്ചത് ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നീ രണ്ട് കാര്യങ്ങൾ, കൂടാതെ അതിൻ്റെ തിയറിറ്റിക്കൽ ആസ്പെക്റ്റുകളും കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ട്രേഡിംഗ് അക്കൗണ്ട് സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്യാനോ അല്ല ചോദിക്കുക. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുന്ന എസ്ഐ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ തേർഡ് സ്റ്റേജിലെത്തി. ഫസ്റ്റിൽ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു, സെക്കൻഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു, തേർഡ് സ്റ്റേജിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഇത് രണ്ടും ഒരുമിച്ച് പ്രിപ്പറേഷൻ ഓഫ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നെക്സ്റ്റിൽ നമ്മൾ ഫോർത്ത് സ്റ്റേജ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. ഫൈനൽ സ്റ്റേജിൽ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് വിത്ത് അഡ്ജസ്റ്റ്മെന്റ്സ്, അത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പം ക്വസ്റ്റ്യൻ വായിക്കുക. ഫ്രം ദ ഫോളോയിങ് ട്രയൽ ബാലൻസ്, നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്നത് ട്രയൽ ബാലൻസ് ആണ്. ട്രയൽ ബാലൻസ് എന്താണെന്ന് നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ടു ചെക്ക് ദ അരിത്തമെറ്റിക്കൽ അക്യുറസി ഓഫ് ദ ലെഡ്ജർ അക്കൗണ്ട്സ്. It consists of three columns: particulars column, debit column and credit column. In debit column we will enter expenses and assets, and in credit column we will enter income, liability and capital. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ട്രയൽ ബാലൻസ് ആണ്. 31/12/2018 എന്ന വർഷം അവസാനിച്ച വർഷത്തിലെ അനിൽ എന്ന് പറയുന്ന ഒരു ബിസിനസ് മാൻ്റെ ട്രയൽ ബാലൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ട്രയൽ ബാലൻസിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇൻകം ഉണ്ട്, എക്സ്പെൻസ് ഉണ്ട്, അസറ്റ് ഉണ്ട്, ലയബിലിറ്റി ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, എല്ലാം ഉണ്ടായിരിക്കും ഇതിനകത്ത്. അതുപോലെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഈക്വൽ ആയിരിക്കും, അത് നമുക്കറിയാം. അപ്പോൾ ഈ ട്രയൽ ബാലൻസിൽ നിന്നും നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ആവശ്യമുള്ള ഐറ്റങ്ങൾ ഏതൊക്കെയാണ്? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ, അപ്പോൾ നമ്മളെ ഇവിടെ ഞാൻ ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട്, ഫോർമാറ്റ് വരച്ചു വെച്ചിട്ടുണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ഇവിടെ 2 നമുക്കറിയാം. ഒരു ഡെബിറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ ഒരു ക്രെഡിറ്റ് ഉണ്ടായിരിക്കും, നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ഐറ്റം ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ആവശ്യമാണ്. ഇതിൽ നിന്നും ഓപ്പണിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടുന്നത് നെറ്റ് പർച്ചേസ് ആണ്. അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് എക്സ്പെൻസ്. അതുപോലെ ക്രെഡിറ്റ് സൈഡിലെ ഫസ്റ്റ് ഐറ്റം നെറ്റ് സെയിൽസ് ആണ്, അതായത് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലോസിംഗ് സ്റ്റോക്ക് എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്യുന്നു. If it is gross profit, the same must be brought forward to the credit column of profit and loss account. അത് സപ്പോസ് ഇഫ് ഇറ്റ് ഇസ് ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് നമ്മൾ ബ്രോ ഡൗൺ ചെയ്യണം. എന്നിട്ട് ആ എമൗണ്ട് ഇവിടെ എഴുതുക. അതിനുശേഷം ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എഴുതുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എഴുതുന്നത് ഇൻഡയറക്റ്റ് ഇൻകം ആണ്. എന്നിട്ട് നമ്മൾ ബാലൻസ് ചെയ്യുന്നു. ബാലൻസിങ് ഫിഗർ ഒന്നുകിൽ നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ നെറ്റ് ലോസ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങളെ നമുക്ക് ചെയ്യണ്ടു. അപ്പോൾ നമുക്ക് ഈ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള എലമെന്റുകൾ ഏതൊക്കെയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് വേണം, നെറ്റ് പർച്ചേസ് കാണണം, ഡയറക്റ്റ് എക്സ്പെൻസ് ആവശ്യമാണ്, നെറ്റ് സെയിൽസ് വേണം, ക്ലോസിംഗ് സ്റ്റോക്ക് വേണം, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് വേണം, ഇൻഡയറക്റ്റ് ഇൻകം വേണം. അപ്പം ഈ തന്നിരിക്കുന്ന ട്രയൽ ബാലൻസിനകത്ത് ഈ ഐറ്റങ്ങൾ മാത്രമല്ല, ഇതിന്റെ കൂട്ടത്തിൽ എന്തുകൂടി ഉണ്ട്? അസറ്റുകളും ഉണ്ടായിരിക്കും, ലയബിലിറ്റികളും ഉണ്ടായിരിക്കും. അപ്പോൾ അസറ്റിനെയും ലയബിലിറ്റിയെയും നമ്മൾ ഒരിക്കലും ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത് എടുക്കാൻ പാടില്ല. അത് എടുക്കേണ്ടത് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ ട്രയൽ ബാലൻസ് വായിച്ച് നോക്കിയിട്ട് ഇതിൽ നിന്നും ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഐറ്റങ്ങളെ കണ്ടുപിടിക്കുക എന്നതാണ് നിങ്ങളുടെ ഫസ്റ്റ് ഡ്യൂട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ ട്രയൽ ബാലൻസ് ഒന്ന് കറക്റ്റ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഞാൻ വായിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്ത് കൂടെ ചെയ്യണം? ഈ ക്വസ്റ്റ്യൻ ഒരു പേപ്പറിൽ എൻ്റെ കൂടെ തന്നെ എഴുതിയെടുക്കുക കൂടെ ചെയ്യുക. എന്നിട്ട് ഒരുമിച്ച് ആദ്യം ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യുക. അപ്പോൾ ഞാൻ ട്രയൽ ബാലൻസ് വായിക്കാം. അനിൽസ് ക്യാപിറ്റൽ 11,800. അനിൽസ് ക്യാപിറ്റൽ 11,800. ക്രെഡിറ്റ് സൈഡിൽ
ക്യാപിറ്റൽ ഇതിനകത്ത് വേണോ? വേണ്ട. അത് ആവശ്യമുള്ളത് എവിടെയാണ്? ബാലൻസ് ഷീറ്റിലാണ്. അപ്പോൾ അവിടെ ഒരു ഇൻറ്റു മാർക്ക് ഇട്ട് വെക്കാം. ക്രെഡിറ്റ് സൈഡിൽ 11,800. സ്റ്റോക്ക് ഓൺ 1/1/2018 1/1/2018 സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക്. ഡെബിറ്റ് സൈഡിൽ 6,000. ഇത് ഇവിടെ ആവശ്യമാണ്. ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റ് ആണ്. ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റ് ആണ്. ഡെബിറ്റ് സൈഡിൽ 100. ഇത് ആവശ്യമില്ല. ഇത് ബാലൻസ് ഷീറ്റ് ഐറ്റം ആണ്. പർച്ചേസ് 16,800 ഡെബിറ്റ് സൈഡിൽ ആവശ്യമുണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിനകത്തേക്ക് ആവശ്യമാണ്. സാലറി 1,100 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് സാലറി, ആവശ്യമുണ്ട്. ഇൻഷുറൻസ് 400 ഇൻഡയറക്റ്റ് എക്സ്പെൻസ് നീഡഡ് ഫോർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. റെന്റ് ഇൻ ക്രെഡിറ്റ് സൈഡ് 600. റെന്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കണ്ട ഉടനെ ചില കുട്ടികൾ എക്സ്പെൻസ് എന്ന് തെറ്റിദ്ധരിക്കും. അത് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യണം. റെന്റ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് തന്നിരിക്കുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പോൾ അത് റെന്റ് റിസീവ്ഡ് ആണ്. റെന്റ് റിസീവ്ഡ് ആണ്, ഇൻകം ആണ്, ഇൻഡയറക്റ്റ് ഇൻകം ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് ഐറ്റം ആണ്. നെക്സ്റ്റ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ 400 ഡിസ്കൗണ്ട് അലൗഡ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ 800 rupees. ബിൽസ് പേയബിൾ കൊടുക്കാനുള്ള ബില്ലുകൾ ലയബിലിറ്റി ആണ്. ബാലൻസ് ഷീറ്റ് ഐറ്റം ആണ്. ഡെപ്റ്റേഴ്സ് ഒരു സംശയമില്ല, അസറ്റ് ആണ്, ബാലൻസ് ഷീറ്റ് ഐറ്റം ആണ്. ഡെബിറ്റ് സൈഡിൽ 7,500. അത് നമുക്ക് ഇവിടെ വേണ്ട. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ലയബിലിറ്റി ആണ്. ബാങ്ക് VRSലൊക്കെ പഠിച്ചതാണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഈസ് എ ലയബിലിറ്റി and it is not needed in profit and loss account. It's an item belonging to balance sheet. Next, carriage inward. Carriage inwardും carriage outwardും ഇപ്പോഴും സംശയമുള്ള കുട്ടികളുണ്ട്. carriage inward എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. carriage inward അതായത് സാധനങ്ങളെ നമ്മൾ ബിസിനസ്സിനകത്ത് carriage on purchase. carriage inward means carriage on purchase. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇൻവേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ ബിസിനസ്സിനകത്തേക്ക് വരുന്ന സമയത്തുള്ള കൂലി. carriage inward ഡയറക്റ്റ് എക്സ്പെൻസ് 450 ട്രേഡിംഗ് അക്കൗണ്ട് ഐറ്റം ആണ്. നെക്സ്റ്റ് ഫർണിച്ചർ 650 അസറ്റ് ആണ്, ബാലൻസ് ഷീറ്റ് ഐറ്റം ആണ്. ഇവിടെ വേണ്ട. ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റി സൈഡിൽ 1,500 ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റി ആണ്, ബാലൻസ് ഷീറ്റിലാണ് വേണ്ടത്. ഇവിടെ ആവശ്യമില്ല. ട്രേഡ് എക്സ്പെൻസസ് ഡെബിറ്റ് സൈഡിൽ 1,000 ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആവശ്യമുണ്ട്. റിട്ടേൺ ഇൻവാർഡ് അഗൈൻ അതാ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഐറ്റം വന്നു. റിട്ടേൺ ഇൻവാർഡ്. ഈ റിട്ടേൺ ഇൻവാർഡും റിട്ടേൺ ഔട്ട്വേർഡും ക്ലിയർ ചെയ്യാം. റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഡ്സിനെ റിട്ടേൺ ചെയ്യുന്നു. ഇൻവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിനകത്തേക്ക്. Inward, coming into the business. Goods are returned and they are coming into the business. അപ്പോൾ ഇതിനകത്തേക്ക് റിട്ടേൺ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം വിറ്റ സാധനം ഫസ്റ്റ് നമ്മൾ ഒരാൾക്ക് വിൽക്കുന്നു, അത് കംപ്ലൈന്റ് ഉള്ള സാധനമാണ്, അയാൾ എന്ത് ചെയ്യുന്നു, അത് നമുക്ക് റിട്ടേൺ ചെയ്യുന്നു. റിട്ടേൺ ഇൻവാർഡ്, സെയിൽസ് റിട്ടേൺ. റിട്ടേൺ ഇൻവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസ് റിട്ടേൺ. റിട്ടേൺ ഇൻവാർഡ് മീൻസ് സെയിൽസ് റിട്ടേൺ. അപ്പോൾ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ, നെറ്റ് സെയിൽസ് കണ്ടുപിടിക്കാൻ ആവശ്യമാണ്. അതുപോലെ തന്നെ മെഷീനറി ഡെബിറ്റ് സൈഡിൽ 2,300 ആവശ്യമില്ല. മെഷീനറി അസറ്റ് ആണ്, ബാലൻസ് ഷീറ്റിനകത്താണ് വരിക. വേജസ് 9,000 നോ ഡൗട്ട് ഇറ്റ്സ് എ ഡയറക്റ്റ് എക്സ്പെൻസ്, ട്രേഡിംഗ് അക്കൗണ്ട് ഐറ്റം. സെയിൽസ് 29,250 സെയിൽസ് ആവശ്യമാണ്, ക്രെഡിറ്റ് സൈഡ് ഐറ്റം ട്രേഡിംഗ് അക്കൗണ്ടിന്റെ. റിട്ടേൺ ഇൻവാർഡ് സെയിൽസ് റിട്ടേൺ ആണെങ്കിൽ റിട്ടേൺ ഔട്ട്വാർഡ് എന്തായിരിക്കും? പർച്ചേസ് റിട്ടേൺ ആയിരിക്കും. തന്നിരിക്കുന്നത് ക്രെഡിറ്റ് സൈഡിലാണ് 800. എന്തുകൊണ്ടാണ് പർച്ചേസ് റിട്ടേൺ ക്രെഡിറ്റ് സൈഡിൽ തരുന്നത്? കാരണം പർച്ചേസ് ഒരു എക്സ്പെൻസ് ആണ്. പർച്ചേസ് ചെയ്ത ഗൂഡ്സ് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എക്സ്പെൻസ് കുറയുന്നു എന്നുള്ളവർ അസ്യൂം ചെയ്തിട്ട് അതിന് ക്രെഡിറ്റ് സൈഡിൽ തരുന്നു. ഇത് നെറ്റ് പർച്ചേസ് കാണാൻ ആവശ്യമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ആരംഭിക്കാം. കൃത്യമായിട്ട് എൻ്റെ കൂടെ തന്നെ ഒരു തവണ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുക. ഇതിൻ്റെ ഈ ക്വസ്റ്റ്യൻ ആവശ്യമുള്ളവർക്ക് ബ്ലോഗ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ hsstimes.blogspot.com എന്ന ബ്ലോഗ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യനും നോട്ട്സും സ്ലൈഡും ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ HSS ടൈംസ് എന്ന ഈ വിദ്യാഭ്യാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടനകത്ത് നോട്ടിഫിക്കേഷൻസ് ഓൾ എന്നുകൂടെ എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ പുതിയ ക്ലാസ്സുകൾ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മെസ്സേജ് കൂടി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം.
ട്രേഡിംഗ് അക്കൗണ്ട് ആണ് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യുന്നത്. ഫസ്റ്റ് ഐറ്റം ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. ഫസ്റ്റ് ഐറ്റം ടു ഓപ്പണിംഗ് സ്റ്റോക്ക് ഇതാ സ്റ്റോക്ക് ഓൺ 1/1/2018 6000. ഇതാണ് ഒന്നാമത്തെ ഐറ്റം 6000. അത് നമ്മൾ ഓൾറെഡി എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഓരോ ഐറ്റം എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും ഒരു ടിക്ക് മാർക്ക് ഇടുക. അങ്ങനെയാണെങ്കിൽ ഒന്നും സ്കിപ്പ് ചെയ്യാതെ പോവാം. ആവശ്യമില്ലാത്തതിന് ഒരു ഇൻറ്റു മാർക്ക് ഇടുക. നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഇവിടെ ഒന്നും ബ്ലാങ്ക് ആയിട്ടുണ്ടാവാൻ വേണ്ടി പാടില്ല. അതുപോലെ ഒരു കാര്യം കൂടി പറയാൻ ഞാൻ വിട്ടുപോയി. ഏറ്റവും അടിയിൽ ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട് 7500. ക്ലോസിംഗ് സ്റ്റോക്ക് അത് വായിക്കാൻ വിട്ടുപോയതാണ്. 7500 ക്ലോസിംഗ് സ്റ്റോക്കാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിന് പുറത്താണ് തരിക. ഒരു അഡ്ജസ്റ്റ്മെന്റ് ഐറ്റം ആണ്. ഇതൊരിക്കലും മറക്കാൻ പാടില്ല. ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിൽ കുറേ ഐറ്റങ്ങൾ പുറത്ത് തന്നിട്ട് പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് വിത്ത് അഡ്ജസ്റ്റ്മെന്റ് ഡിസ്കസ് ചെയ്യും. ആ സമയത്ത് ഞാൻ പറയും, ഇപ്പോൾ സമയം കളയേണ്ട. ക്ലോസിംഗ് സ്റ്റോക്ക് എപ്പോഴും ട്രയൽ ബാലൻസിന് പുറത്താണ് തരിക. ബിക്കോസ് ഇറ്റ്സ് എൻ അഡ്ജസ്റ്റ്മെന്റ് ഐറ്റം. അത് മറക്കാൻ പാടില്ല. അത് ട്രേഡിംഗ് അക്കൗണ്ടിനകത്ത് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇതിന്റെ രണ്ട് സൈഡും ഈക്വൽ ആണ്. ഡെബിറ്റ് സൈഡിൽ 46,650, ക്രെഡിറ്റ് സൈഡ് 46,650. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി ട്രേഡിംഗ് അക്കൗണ്ടിലെ നെക്സ്റ്റ് ഐറ്റം ഏതാ? നെറ്റ് പർച്ചേസ് ആണ്. നെറ്റ് പർച്ചേസ് കാണാൻ വേണ്ടിയിട്ട് ആദ്യം പർച്ചേസ് കണ്ടുപിടിക്കണം. പർച്ചേസ് ഇവിടെ ഉണ്ടല്ലോ, ഇതാണ് പർച്ചേസ് 16,800 16,800 ലെസ് പർച്ചേസ് റിട്ടേൺ എവിടെയാ പർച്ചേസ് റിട്ടേൺ? ഇതാ റിട്ടേൺ ഔട്ട്വാർഡ് ആണ് പർച്ചേസ് റിട്ടേൺ. 800 ആണ് പർച്ചേസ് റിട്ടേൺ വരുന്നത്. അപ്പോൾ 16,800 നിന്നും 800 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 16,000 16,000 രൂപയാണ് നെറ്റ് പർച്ചേസ് ആയിട്ട് വരുന്നത്. അടുത്ത ഐറ്റം ഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. സാലറി അല്ല, ഇൻഷുറൻസ് അല്ല, റെന്റ് അല്ല, ഡിസ്കൗണ്ട് അല്ല, ബിൽസ് പേബിൾ അല്ല. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതൊക്കെ നമ്മൾ ഇൻറ്റു മാർക്കിട്ട് വെച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ഐറ്റം ക്യാരേജ് ഓൺ പർച്ചേസ്. ആദ്യത്തെ ഡയറക്റ്റ് എക്സ്പെൻസ് കിട്ടി. ക്യാരേജ് ഇൻവാർഡ് എത്രയാണ്? 450 രൂപ. പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടിക്ക് മാർക്ക് അവിടെ ഇട്ട് കൊടുക്കുക. ഇനി വേജസ്, ഇതാ വേജസ് 9,000. 9,000. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലുള്ള ഐറ്റങ്ങളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തു. ഇനി വേറെ ഒന്നും ഡയറക്റ്റ് എക്സ്പെൻസുകൾ ഇതിനകത്തില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്രെഡിറ്റ് സൈഡിലേക്ക് പോവാം. ക്രെഡിറ്റ് സൈഡിലെ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നെറ്റ് സെയിൽസ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ സെയിൽസ് കണ്ടുപിടിക്കണം. ബൈ സെയിൽസ്. ഇതിനകത്ത് സെയിൽസ് നോക്കാം. ഇതവിടെ സെയിൽസ് ക്രെഡിറ്റ് സൈഡിൽ 29,250 29,250 29,250 ലെസ് സെയിൽസ് റിട്ടേൺ. ഇതാ റിട്ടേൺ ഇൻവാർഡ് ആണ് സെയിൽസ് റിട്ടേൺ. ലെസ് സെയിൽസ് റിട്ടേൺ എത്രയാണ്? 950. അപ്പം 29,250 നിന്നും 950 രൂപ സെയിൽസ് റിട്ടേൺ കുറക്കുക. 28,300 28,300 അതവിടെ ഔട്ടർ കോളത്തിൽ എഴുതുക. നെക്സ്റ്റ് ഐറ്റം ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. അപ്പോൾ ഇതിന്റെ ഫോർമാറ്റ് ഒക്കെ നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടാവണം. ക്ലോസിംഗ് സ്റ്റോക്ക് താഴെ തന്നിട്ടുണ്ട് 7,500. ക്ലോസിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിന്റെ പുറത്താണ് തരിക. ആ പുറത്ത് തന്നു കഴിഞ്ഞ ഐറ്റങ്ങളാണ് അഡ്ജസ്റ്റ്മെന്റ് ഐറ്റം. അത് ഇഗ്നോർ ചെയ്യാൻ പാടില്ല. അപ്പോൾ നെക്സ്റ്റ് ബൈ ക്ലോസിംഗ് സ്റ്റോക്ക് 7,500. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ഐറ്റങ്ങളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനെ ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? രണ്ട് സൈഡും നോക്കുക. ഏത് സൈഡാണ് അധികം എന്ന് കണ്ടുപിടിക്കുക. അധികം ഇവിടെ ഞാൻ ഓൾറെഡി നോക്കിയത് കൊണ്ടാണ് പറഞ്ഞത്. ഇത് ക്രെഡിറ്റ് സൈഡാണ് അധികം വരുന്നത്. ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ 35,800 ആണ്. 35,800 ആണ്. ക്രെഡിറ്റ് സൈഡാണ് അധികം. നിങ്ങൾ ടോട്ടൽ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും.
ഇവിടെ 16,000 6,000 9,000 അത്രയേ ഉള്ളൂ. അവിടെ 35,800 രൂപയാണ് ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ വരുന്നത്. ആ ടോട്ടൽ എന്ത് ചെയ്യുക, ഇവിടത്തേക്ക് റീറൈറ്റ് ചെയ്യുക, ഡെബിറ്റ് സൈഡിലേക്ക് റീറൈറ്റ് ചെയ്യുക. 35,800 എന്ന് ഡെബിറ്റ് സൈഡിലേക്ക് റീറൈറ്റ് ചെയ്യുക. എന്നിട്ട് ഈ 35,800 നിന്നും 9,450, 16,000, 6,000 ഇത്രയും എമൗണ്ടുകൾ കുറക്കുക. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 4,380 ആണ്. 4,350. അങ്ങനെ ക്രെഡിറ്റ് സൈഡാണ് അധികമെങ്കിൽ, അതായത് സെയിൽസ് ഇൻകം സൈഡാണ് അധികം, സെയിൽസിന്റെ സൈഡാണ് അധികം വന്നിരിക്കുന്നത്, ക്രെഡിറ്റ് സൈഡാണ് അധികമെങ്കിൽ ബാലൻസിനെ വിളിക്കുന്ന പേരാണ് ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ് എന്നും. അപ്പോൾ ടു ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ 4,350. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയ റിസൾട്ട് ഗ്രോസ് പ്രോഫിറ്റ് ആണ് 4,350 രൂപ. ഇനി എന്ത് ചെയ്യണം മക്കളെ, ഈ ഗ്രോസ് പ്രോഫിറ്റിന് ഇനി നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, നമ്മൾ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുകയാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട് വിത്ത് ദ ഔട്ട്പുട്ട് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട് ഓർ ദ റിസൾട്ട് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. വാട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്? ഗ്രോസ് പ്രോഫിറ്റ് 4,350. ഇനി എന്ത് ചെയ്യുക, ഈ എമൗണ്ടിനെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ആരോ മാർക്കൊന്നും ഇടണ്ട, ഞാൻ മനസ്സിലാകാൻ വേണ്ടി ഇട്ടൊന്നേ ഉള്ളൂ, ബ്രോ ഡൗൺ ചെയ്യുക. എന്താണ്? ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ട് 4,350 എന്ന് എഴുതുക. 4,350. ഞാൻ ജസ്റ്റ് വരച്ചു, ഇത് ഇങ്ങനെ ആരോ മാർക്കൊന്നും ഇടാൻ പാടില്ല, അത് തെറ്റാണ്. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അതിനെ അങ്ങ് ബ്രോ ഡൗൺ ചെയ്യുക. ബ്രോ ഡൗൺ ചെയ്തിട്ട് എഴുതുക ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോട്ട് ഡൗൺ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എത്തി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും എഴുതുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഇൻഡയറക്റ്റ് ഇൻകങ്ങൾ എഴുതുക. അപ്പോൾ ഇൻഡു ഇട്ടതും ടിക്ക് ഇട്ടതും ഇഗ്നോർ ചെയ്യാം, നമുക്ക് ബാക്കിയുള്ള ഐറ്റങ്ങൾ മാത്രം പരിശോധിച്ചാൽ മതി. നിങ്ങളിവിടെ ഇൻഡു ഇടുന്നില്ല എങ്കിൽ നിങ്ങൾ അഗെയിൻ 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യേണ്ടി വരും. അതാണ് പറഞ്ഞത് ടൈം സേവ് ചെയ്യാം. ഒരു ടിക്ക് മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്തു, കൺസിഡർ ചെയ്തു എന്നാണ്. നെക്സ്റ്റ് അപ്പം ടിക്ക് മാർക്കോ അല്ലെങ്കിൽ ഇൻഡു മാർക്കോ ഇല്ലാത്ത ഐറ്റങ്ങൾ സാലറി 1,100 ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പോൾ ടു സാലറി 1,100. ഇൻഷുറൻസ് ഡെബിറ്റിലാണ് 400. ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ്. ഇൻഷുറൻസ് എത്രയാ? 400 രൂപ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. നെക്സ്റ്റ് റെന്റ് ക്രെഡിറ്റ് സൈഡിലാണ് 600. റെന്റ് റിസീവ്ഡ് ആണ്. റെന്റ് പെയ്ഡ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡ് ആയിരിക്കും, കാരണം എക്സ്പെൻസ് ആയിരിക്കും. റെന്റ് റിസീവ്ഡ് ഇൻകം ആയതുകൊണ്ടാണ് ക്രെഡിറ്റ് സൈഡിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. റെന്റ് എന്ന് എഴുതിയാലും മതി, റെന്റ് റിസീവ്ഡ് എന്ന് എഴുതാൻ കുഴപ്പമില്ല. റെന്റ് 600. ഡിസ്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് 400. ഡെബിറ്റ് സൈഡിലാണ് ഡിസ്കൗണ്ട് തന്നിരിക്കുന്നതെങ്കിൽ ഡിസ്കൗണ്ട് അലൗഡ് ആണ്. എക്സ്പെൻസ് ആണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ഡിസ്കൗണ്ട് അലൗഡ് ഒന്നും വേണ്ട, ഡിസ്കൗണ്ട് എന്ന് മാത്രം എഴുതിയാൽ മതി. ഡിസ്കൗണ്ട് 400. അതുപോലെ തന്നെ ബിൽസ് പേബിൾ വേണ്ട, ഇൻഡു ഇട്ടതൊന്നും വേണ്ട. ക്യാരേജ് ഇൻവേർഡ് ടിക്ക് ചെയ്തു വേണ്ട. ഫർണിച്ചർ ക്രെഡിറ്റേഴ്സ് വേണ്ട. ട്രേഡ് എക്സ്പെൻസസ് നമ്മൾ നോക്കിയിട്ടില്ല. ട്രേഡ് എക്സ്പെൻസസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് 1,000 രൂപ. ടു ട്രേഡ് എക്സ്പെൻസസ് 1,000 rupees. ട്രേഡ് എക്സ്പെൻസസ് 1,000 rupees. നെക്സ്റ്റ് റിട്ടേൺ ഇൻവേർഡ് ടിക്ക് ചെയ്തു. മെഷീനറി ഇൻറ്റു ആണ്, ബാലൻസ് ഷീറ്റ് ഐറ്റം ആണ്. വേജസ് ടിക്ക് ചെയ്തു, സെയിൽസ് കൺസിഡർ ചെയ്തു, റിട്ടേൺ ഔട്ട്വേർഡ് നമ്മൾ എടുത്തു. അതുപോലെ ക്ലോസിംഗ് സ്റ്റോക്കും നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിനകത്തേക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പോൾ എല്ലാ ഐറ്റങ്ങളും നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതേപോലെ ട്രേഡിംഗ് അക്കൗണ്ടിനെ ബാലൻസ് ചെയ്തതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ബാലൻസ് ചെയ്ത സമയത്ത് തന്നെ നമുക്ക് അവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കഴിഞ്ഞു. ഇനി നമുക്കത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഒരു ടോട്ടലിന്റെ ഒരു ലൈൻ കൊടുത്തതിന് ശേഷം ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് അവിടെ ലൈൻ ഇട്ടിട്ട് ആ അക്കൗണ്ട് അങ്ങ് ക്ലോസ് ചെയ്യാം. ബാലൻസ് ഷീറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇത് ബാലൻസിങ് നമുക്കറിയാം. ഏത് സൈഡാണ് അധികം എന്ന് നോക്കുക.
ഇവിടെ അധികം വരുന്നത് ക്രെഡിറ്റ് സൈഡ് ആണ്. 4,950 4000, അതായത് 4,350 പ്ലസ് 600 4,950. ആ 4,950 ഡെബിറ്റ് സൈഡിലേക്ക് റീറൈറ്റ് ചെയ്യുക. 4,950 ഡെബിറ്റ് സൈഡിലേക്ക് റീറൈറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താണ്, ക്രെഡിറ്റ് സൈഡാണ് അധികം. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ക്രെഡിറ്റ് സൈഡാണ് അധികമെങ്കിൽ ആ ബാലൻസിനെ വിളിക്കുന്ന പേര് നെറ്റ് പ്രോഫിറ്റ് എന്നതാണ്. ഇഫ് credit side of profit and loss account is more than debit side, the balance will be net profit and that must be transferred to the capital account of the owner. അപ്പോൾ എന്ത് ചെയ്യുക, 4,950 നിന്നും ഈ എമൗണ്ടുകൾ 1,000, 400, 400, 1,100 ഇത്രയും എമൗണ്ട് നമുക്ക് മൈനസ് ചെയ്യാം. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2050 2050 2050 2050 ആണ് ബാലൻസിങ് ഫിഗർ ആയിട്ട് കിട്ടുക. ഇതെന്താണ്, to net profit transferred to capital account. To net profit transferred to capital account. അപ്പോൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റലിനകത്തേക്ക് അത് ആ സമയത്ത് പഠിക്കാം. ഇപ്പം നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഈ ബാലൻസ് എന്താണ്, നെറ്റ് പ്രോഫിറ്റ് ആണ്. അതിനെ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ എല്ലാ ഐറ്റങ്ങളും ഒന്നുകൂടെ എല്ലാം ചെയ്തതിന് ശേഷം ഒന്നുകൂടെ നോക്കുക. ഏതെങ്കിലും നമ്മൾ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഏതെങ്കിലും ടിക്ക് മാർക്കോ ഇൻറ്റു മാർക്കോ വന്നിട്ടില്ലേ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, എല്ലാത്തിനും ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. താഴെയും നോക്കണം, അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെ വെരിഫൈ ചെയ്യണം, അതിനും ടിക്ക് വന്നിട്ടുണ്ട്. ഈ രീതിയിലാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. മനസ്സിലായിട്ടില്ല എങ്കിൽ 2 or 3 തവണ കണ്ട് മനസ്സിലാക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.